ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. അവളുടെ ആ മുഖത്തെ ഭാഗത്തിൽ നിന്നും പെട്ടെന്നുള്ള പോക്കിൽ നിന്നും ആവണി പതിയെ കാര്യം മനസ്സിലാക്കി. അവൾ തന്റെ വയറിൽ പതിയും തൊട്ടു. ചെറുതായി ഊന്തിന്നിരുന്ന വയറിപ്പോൾ താഴ്ന്നിരിക്കുന്നു. ഈശ്വര, എന്റെ കുഞ്ഞ്! നെഞ്ചുപൊട്ടി ആവണി ഉറക്കെ കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആവണിയുടെ ഡോക്ടർ വന്നു. അവൾ ആദ്യമേ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ തന്നെയായിരുന്നു അത്. വിങ്ങി വിങ്ങി കരയുന്ന ആവണിയോട് എന്ത് പറയുന്ന ഡോക്ടർക്ക് അറിയില്ലായിരുന്നു. അവർ പതുക്കെ ആവണിയുടെ തോളിൽ കൈവച്ചു. കുട്ടി വിഷമിക്കാതിരിക്കുക, എല്ലാം ദൈവത്തിൻ്റെ വിദ്യ. ഇങ്ങനെ ദേഹങ്ങൾക്ക് കരഞ്ഞാൽ സ്റ്റിച്ച് ഇളകും. അത് പിന്നെ തൻ്റെ ആരോഗ്യത്തിന് കൂടെ ദോഷം ചെയ്യും. തൻ്റെ ബെറ്റർ ടൈമിൽ ഒരു ബേബി തനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. കൂടുതലൊന്നും പറയാതെ ഡോക്ടർ പോയി. ICUവിൽ ബന്ധുക്കളെയും ആരെയും കാണാൻ കൂട്ടാക്കാതെ ആവണി അങ്ങനെ കിടന്നു. പിന്നീട് ആവണി കൗൺസിലിംഗ് കൊടുക്കാനായി വേറെ ഡോക്ടർ കൂടെ വന്നു. 2 ദിവസത്തെ കൗൺസിലിംഗിന് ശേഷം ആവണി ഒരുവിധം സമാധാനത്തിലായും തോന്നിയതിനു ശേഷമാണ് ഡോക്ടർ അവളുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. ICUവിലായിരുന്ന സമയത്ത് ബന്ധുക്കൾ ആരെയും കാണാൻ കൂട്ടാക്കിയില്ലെങ്കിലും റൂമിലേക്ക് വന്നപ്പോൾ ആരെയും കാണാതെ തരമില്ലെന്നായി. ഹേമയെയും സുമതിയെയും ജീവനെയും വസന്തനെയും ഒക്കെ അവൾ മുറിയിൽ വന്നപ്പോൾ കണ്ടു. പക്ഷെ ആരെയും ശ്രദ്ധിക്കാതെ ആവണി കിടന്നു. ഗീതയെ കണ്ടപ്പോൾ കണ്ണീർ വാർത്തല്ലാതെ വേറെ ആരെയും അവൾ നോക്കിയത് പോലുമില്ല. മുറിയുടെ ഒരു മൂലയിൽ ഇരുന്ന് ഹേമ കരയുന്ന കേട്ടപ്പോൾ അവിടുന്ന് എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് ഓടിയാലോ എന്ന് ഒരു നിമിഷം ആവണിക്ക് തോന്നി. ഇവരെന്തിനാ ഇപ്പം ഇവിടെ ഇരുന്ന് കരയുന്നത്? ഇത്രയും നാളും തിരിഞ്ഞു നോക്കാതെ ഇവർ തന്നോട് കുറച്ചെങ്കിലും അലിവ് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പം ഈ ഗതി തനിക്ക് വരില്ലായിരുന്നു. ആവണിക്ക് എല്ലാവരോടും വല്ലാത്ത പക തോന്നി. വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ എല്ലാവർക്കും. ദേഹമാകെ വല്ലാതെ വേദനിക്കുന്നു. നല്ല ബ്ലീഡിംഗ് ഉണ്ട്. 1-2 ദിവസത്തേക്ക് കൂടെ ബ്ലീഡിംഗ് ഉണ്ടാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞു. ജീവനും സുമതിയൊക്കെ ഓസ്കാർ അഭിനയം കാഴ്ചവെച്ച് നിൽക്കുകയാണ്. ഇടയ്ക്കൊരു തവണ ആവണി മോളെ എന്ന് വിളിച്ച് സുമതി വന്നപ്പോൾ ആവണി നന്നായി അവരെ നോക്കി പേടിപ്പിച്ചു. അല്പം ഭയം തോന്നിയ സുമതി പിന്നെ അവിടെ അടുത്തേക്ക് ചെന്നുമില്ല. അച്ഛനും അമ്മയും വന്ന് മനസ്സിലാക്കാം. ഇയാളുടെ അമ്മ എന്തിനാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ആവണിക്ക് എത്ര ആലോചിച്ചിട്ട് എന്തിനാണെന്ന് മനസ്സിലായില്ല. മോളെ, ഞാനിനി പോട്ടെ, അവിടെ പിള്ളേർ ഒറ്റക്കാ. ഗീത അരികിൽ വന്ന് യാത്ര പറഞ്ഞപ്പോൾ അവൾ നന്ദിയോടെ അവരുടെ കയ്യിൽ പിടിച്ചു. ഇവരില്ലായിരുന്നെങ്കിൽ തള്ളയും മോനും കൂടെ തന്നെ കൊന്നിട്ടേനെ. ഗീത കൂടെ പോയി കഴിഞ്ഞപ്പോൾ റൂമിനുള്ളിൽ മറ്റു 4 പേരും പതുക്കെ പരസ്പരം സംസാരിക്കുന്ന ആവണി ശ്രദ്ധിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജീവൻ അവിടെ അരികിലേക്ക് വന്നു. ആവണി, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോൾ എനിക്ക് അതിൻ്റെ പിന്നാലെ പുലിവാലൊന്നും നടക്കാനൊന്നും വയ്യ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ എല്ലാം അങ്ങ് വിട്ടിളഞ്ഞേക്ക്. ഇനിയിപ്പോൾ ആ ഡോക്ടർ പെണ്ണിൻ്റെ വാക്കും കേട്ട് കേസും കൂട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നാലെ നടക്കാണ് നിന്റെ ഭാവമെങ്കിൽ അറിയാലോ നിനക്കെന്നെ. ജീവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൾ അറപ്പോടെയും വെറുപ്പോടെയും അവനെ നോക്കി. കടന്നു പോടോ എൻ്റെ മുമ്പിൽ നിന്ന്. ആവണിയുടെ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ ജീവനൊന്ന് പകച്ചു. കണ്ടോ, പൊന്നുമോളുടെ സ്വഭാവം കണ്ടില്ലേ? ഇത് തന്നെയാ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൂടുന്നതിന് കാരണം. ഇങ്ങനെ എൻ്റെ വായി കയറിയോന്ന് പറഞ്ഞിട്ടാ ഞാനൊന്ന് കൊടുത്ത്. അതുകൊണ്ടപ്പോൾ കിടപ്പായത്. ജീവൻ വലിയ കാര്യത്തിൽ തന്റെ ഭാഗം ന്യായീകരിച്ച് പറഞ്ഞു. ആവണി അതിനെന്തോ മറുപടി പറയാൻ പോകുമ്പോഴേക്കും ആലീസ് ഡോക്ടർ മുറിയിലേക്ക് വന്നു. എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ആ കുട്ടി കുറച്ച് ശ്വാസം കിട്ടട്ടെ. എല്ലാവരും കൂടെ ആലീസ് ഡോക്ടർ പറഞ്ഞപ്പോൾ ഓരോരുത്തരായി പുറത്തിറങ്ങാൻ തുടങ്ങി. ആവണി, ഞാനൊരു കാര്യം സംസാരിക്കാൻ വന്ന. ഇതുവരെ ആവണിക്കുണ്ടായ ഇഷ്യൂ ഞാൻ കേസാക്കിയിട്ടില്ല. ആവണിയുടെ ഒപ്പീനിയൻ എന്താണെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നീക്കാന്നാണ് കരുതിയത്. എന്ത് വേണം? തനിക്ക് നല്ല രീതിയിൽ മർദ്ദനമേറ്റിട്ടാണ് കുഞ്ഞ് പോയിട്ടുള്ളത്. ഈ അവസ്ഥയിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. താൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. ദാ ഈ പേപ്പർ കയ്യിൽ വെച്ചോ. കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് സൈൻ ചെയ്താൽ മതി. നേരത്തെ ഇക്കാര്യം പറഞ്ഞ എൻ്റെ ഹസ്ബൻഡായിട്ട് ഞാനൊന്ന് വഴക്കൂടിയിരുന്നു. ഡോക്ടർ അത് പറഞ്ഞ് തിരിച്ചു പോകാൻ പോയപ്പോൾ ആവണി അവരെ പുറകിൽ നിന്ന് വിളിച്ചു. എനിക്കൊന്നും ആലോചിക്കാനില്ല, ഇപ്പം തന്നെ സൈൻ ചെയ്ത് തന്നേക്കാം. ആവണി അപ്പോൾ തന്നെ അത് സൈൻ ചെയ്ത് കൊടുത്തു. അപ്പം അതാണ് അമ്മയും മോനും ഇവിടെ തന്നെ നിന്നിരുന്നത്. ആവണിക്ക് അപ്പോഴാണ് കാര്യങ്ങൾ പിടികിട്ടിയത്. ഡോക്ടർ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജീവനും സുമതിയും കാറ്റുപോലെ മുറിയിലേക്ക് കടന്നു വന്നു. ആവണി കേസ് കൊടുത്ത കാര്യവും പറഞ്ഞ് അവർ കുറെ ബഹളം വെച്ചു. വസന്തൻ അവരുടെ എതിർത്ത് കുറച്ചൊക്കെ സംസാരിച്ചെങ്കിലും അമ്മയുടെയും മകന്റെയും മുന്നിൽ അധികാരം പിടിച്ചേൽക്കാനൊന്നും അയാൾക്ക് പറ്റിയില്ല. ഹേമ പിന്നെ കരയാൻ മാത്രം കൊള്ളാം. അമ്മയും മകനും ഓരോന്ന് വിളിച്ചു പറയുമ്പോഴും ആവണി നിശബ്ദയായി കിടന്നതേയുള്ളൂ. ഇത്രയും നാളും അയാളുടെ കൂടെ കുഞ്ഞിന് വേണ്ടിയാണ് ജീവിച്ചത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കണം, അയാൾ അനുഭവിക്കണം. അതായിരുന്നു ആവണിയുടെ ഉള്ളിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ സുമതിയും ജീവനും തിരികെ പോയി. കേസൊക്കെ ആക്കണോ? പണം ഒരുപാട് ചെലവാകും. ഇതിപ്പോ ഒന്നും പറ്റിയില്ലല്ലോ. കുഞ്ഞുങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുമല്ലോ. ആരോടും നിലാതെ വസന്തം പറയുന്ന കേട്ടപ്പോൾ ആവണി അയാളെ വെറുപ്പോടെ നോക്കി. ആ ജീവനും അച്ഛനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എനിക്ക് ജീവനോട് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും. ഇത്രയും നാൾ നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടാ എനിക്ക് ഈ ഗതി വന്ന്. ഇനി എനിക്കറിയാം എന്ത് വേണമെന്ന്. ആവണിയുടെ സംസാരത്തിൽ വസന്തനെ നാവടഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആവണിയെ ഡിസ്ചാർജ് ചെയ്തു. നേരെ അവൾ സ്വന്തം വീട്ടിലേക്കാണ് പോയത്. അവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറെ വഴിയൊന്നുമില്ല. കേസായത് കാരണം ജീവനിൽ നിന്ന് കുറെ ഭീഷണി വിളികളൊക്കെ അവൾക്ക് വന്നു. പക്ഷെ അവളൊന്നും കാര്യമാക്കിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു പോവേ കേസിന്റെ കാര്യത്തിൽ യാതൊരു പുരോഗമനവും ഇല്ലാത്തപ്പോൾ ആവണി അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു. പക്ഷേ ജീവൻ വൈദേഹി വഴി പോലീസുകാരെ സ്വാധീനിച്ച് ആവണി കൊടുത്ത കേസൊക്കെ തേച്ചു മാച്ച് കളഞ്ഞിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വിനീതിന്റെ മുഖം അവിടെ ഓർമ്മയിൽ വന്നത്. വിനീതേട്ടനോട് പറഞ്ഞാൽ സഹായിക്കുമോ? തീർച്ചയായിട്ടും സഹായിക്കും.
പക്ഷെ വിനീതേട്ടനോട് എങ്ങനെ ഇക്കാര്യം ചെന്ന് പറയും? വീട്ടുകാരാരെയും വിഷമിപ്പിക്കാതെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ രണ്ടുപേരും പിരിഞ്ഞത്. എന്നിട്ടിപ്പോൾ തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞാൽ വിനീതേട്ടൻ ഉറപ്പായും സങ്കടപ്പെടും. വേണ്ട, ഒന്നും അറിയണ്ട. താൻ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുകയാണെന്ന് ആ പാവം വെറുതെ കരുതിക്കോട്ടെ. പക്ഷേ ജീവനോടുള്ള പക അത് അടിമുടി ഇരിക്കുകയാണ്. എന്തു തീരുമാനമെടുക്കണമെന്നറിയാതെ ആവണി കുഴങ്ങി. നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ വൈദി? ആ പണ്ടാരെങ്ങനെയും തലേന്ന് പോയിട്ട് നിന്നെ കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചിരിക്കുക ഞാൻ. എന്നിട്ടിപ്പോ വീണ്ടും സന്ധ്യ സംഭാഷണത്തിന് പോകാനോ? വക്കീൽ പറഞ്ഞു കൊടുത്ത പ്രകാരം ജീവൻ വിളിച്ചാണ് വൈദേഹി. ഇപ്പോൾ തൽക്കാലം കേസൊക്കെ ഒതുങ്ങിയെങ്കിലും ആവണി ഇനിയും കേസിന് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയാൽ അത് സ്ട്രോങ് ആയി നിലനിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് വൈദേഹി ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത്. ജീവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആവണിയെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരാൻ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഡിവോഴ്സ് ചെയ്യാം. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കേസ് ഉണ്ടാവുകയില്ല. സുഖമായിട്ട് വൈദേഹി മൊത്തം മുന്നോട്ട് പോവുകയും ചെയ്യാം. പക്ഷെ എത്ര പറഞ്ഞു കൊടുത്തിട്ടും ജീവനും മനസ്സിലാവുന്നില്ലെന്ന് കണ്ടപ്പോൾ വൈദേഹിക്ക് ദേഷ്യം വന്നു. കാര്യം മനസ്സിലാക്കി ജീവൻ, അച്ഛൻ്റെ പരിചയത്തിൽ 1-2 ഓഫീസേഴ്സിന് മാത്രമേ നമ്മുടെ കയ്യിലെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അവൾ അവർക്കപ്പുറം വേറെ ആരെങ്കിലും അടുത്ത് പോയാൽ നമ്മൾ പെട്ടുപോകും. ജീവൻ അറിയാലോ, ഇപ്പൊ നിയമമൊക്കെ പെണ്ണുങ്ങളുടെ കൂടെയാ. ഗാർഹിക പീഡനം, ശാരീരിക പീഡനം എന്നൊക്കെ പറഞ്ഞ അവളൊരു കേസ് അങ്ങോട്ട് കൊടുത്താലേ ഇനി എത്ര കാലം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാറ്റിനും കൂട്ടായിട്ട് ആ ഡോക്ടറും ഉണ്ട്. അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തേ പറ്റൂ. നീ ശരിക്കൊന്ന് ആലോചിക്കും. എന്നിട്ട് വീട്ടുകാരോട് സംസാരിച്ച് അവളെ പോയി വിളിച്ചുകൊണ്ട് പോവാ. വൈദേഹി വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജീവനൊന്ന് ആലോചിച്ച് നോക്കി. ശരിയാണ് അവൾ പറയുന്നത്. ഒന്നും കാണാതെ അവളിങ്ങനെ പറയില്ല. ബുദ്ധിമതിയാണ് വൈദേഹി. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഗുഡ് ബോയ്, അല്ലെങ്കിൽ എൻ്റെ ജീവൻ മുത്താണ്. വൈദേഹിയുടെ ആ കോംപ്ലിമെന്റ് കൂടെ കിട്ടിയപ്പോൾ ജീവന് സന്തോഷമായി. വൈദേഹിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും ഇക്കാര്യം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണമെന്ന് അവൻ വിചാരിച്ചു. സുമതിയോട് കാര്യം പറഞ്ഞപ്പോൾ സുമതി കിടന്ന് ചാടുകയാണ് ചെയ്ത്. ആ ഉരുമ്പെട്ടോൾ എന്നോട് ആശുപത്രി വെച്ച് കാണിച്ചൊക്കെ നീ കണ്ടില്ലടാ. അവൾ എന്നെ നാണം കെടുത്തി കളഞ്ഞില്ലേ? ഇനിയിപ്പോൾ അവളെ പോയി വിളിക്കണം പോലും. പോട്ടടാ ആ വഴിക്ക്, നാശം പിടിക്കാൻ. നിനക്ക് അവളെക്കാൾ നല്ല പെണ്ണിനെ വേറെ കിട്ടും. അതൊക്കെ എനിക്കറിയാമേ, പക്ഷെ ഇപ്പൊ ഇതല്ലാതെ വേറെ വഴിയില്ല. അവൾ ഇനിയും കേസിന് പോയാൽ നമ്മൾ രണ്ടുപേരും പെട്ടുപോകും. വൈദേഹി പറഞ്ഞ പോലെയൊക്കെ ജീവൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് സുമതിക്കും തോന്നി. അങ്ങനെ ആവണിയുടെ വീട്ടിലേക്ക് വിളിച്ച് ഒരു സന്ധ്യ സംഭാഷണത്തിന് പോകാൻ അമ്മയും മകനും തയ്യാറെടുത്തു. മുറിയിൽ വെറുതെ കിടക്കുകയായിരുന്നു ആവണി. മുന്നോട്ട് എന്ത് വേണമെന്ന ആലോചനയിലായിരുന്നു അവൾ. പഠിച്ച സർട്ടിഫിക്കറ്റുകളൊക്കെ കയ്യിലുണ്ട്, പക്ഷേ നല്ലൊരു ജോലി അത് നേടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ജീവനുമൊത്ത് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ജോലിയൊന്നുമില്ലാതെ ഇവിടെ അധികാരം നിൽക്കാനും പറ്റില്ല. വന്നിട്ട് 4-5 ദിവസമായതേ ഉള്ളൂ. അപ്പോഴേക്കും അച്ഛനും അമ്മയ്ക്ക് എന്തോ മാറ്റം വന്ന പോലെയുണ്ട്. അമ്മയോട് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ താൻ എന്തോ മഹാപരാധം പറഞ്ഞ പോലെയാണ് അമ്മയുടെ മുഖഭാവം ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ആരുടെ മുഖം എങ്ങനെയിരുന്നാലും കുഴപ്പമില്ല. അയാളുമൊത്ത് ഇനി ഒരിക്കലും ജീവിക്കില്ല. ആവണി, നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട്. വാതിൽക്കൽ നിന്ന് ഹേമ പറയുന്ന കേട്ടപ്പോൾ എന്താണെന്ന ഭാവത്തിൽ അവൾ ഹേമയെ നോക്കി. നീ ഇങ്ങോട്ട് വാ, അച്ഛനെന്തോ സംസാരിക്കാനുണ്ടെന്ന്. തനിക്ക് മുഖം തരാതെ അമ്മ പറയുന്ന കേട്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമാണെന്ന് ആവണിക്ക് മനസ്സിലായി. എന്താ അച്ഛാ? ഹാളിലെ സോഫയിൽ ഇരുന്നിരുന്ന വസന്തന്റെ അരികിലേക്ക് ആവണി ചെന്നിനോട് ചോദിച്ചു. അതെ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കുഞ്ഞുങ്ങളൊക്കെ ഇനിയുണ്ടാവും. അതുകൊണ്ട് നീ ഞങ്ങൾ പറയുന്ന കേൾക്കണം. വസന്തൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ ആവണി പുരികൻ ചൊളിച്ച് അയാളെ നോക്കി. ജീവന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. 2 കൈയടിക്കാതെ ശബ്ദമൊന്നും ഉണ്ടാവില്ല. അവന് തെറ്റി നീ ക്ഷമിക്കണം. അപ്പൊ നിന്റെ ഭാഗത്തുണ്ടായ തെറ്റുകളൊക്കെ അവനും ക്ഷമിക്കും. ഇനിയിപ്പോ കഴിഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുക്കുക. ഇത് തന്നെയാണ് ജീവിതം. അവർ വന്ന് സംസാരിച്ചിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. വസന്തൻ എന്തോ ഔദാര്യം പോലെ പറയുന്ന കേട്ടപ്പോൾ ആവണി ഹേമയെ നോക്കി. ഹേമയുടെ മുഖത്ത് ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷെ ഭർത്താവിന് എതിർത്ത് പറയാനുള്ള ധൈര്യമൊന്നും അവർക്കില്ല താനും. ഇനിയും താൻ വാപ്പൂട്ടിയിരുന്നാൽ തന്റെ ജീവിതം ഇനിയും നരകമാവുമെന്ന് ആവണിക്ക് മനസ്സിലായി. സ്വന്തം അച്ഛനും അമ്മയും തന്നെ നരകത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഇല്ല അച്ഛാ, പറ്റില്ല. ഇനി ആളുടെ കൂടെ ഞാൻ പോവില്ല. എന്നെ അത്രമാത്രം അയാൾ ദ്രോഹിച്ചു. നിങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. അനുഭവിക്കുന്ന മൊത്തം ഞാനാ. ഇപ്പൊ തന്നെ അയാൾ എന്നെ എത്രമാത്രം ദ്രോഹിച്ചു. എന്നിട്ട് നിങ്ങളൊരു വാക്കയാളോട് ചോദിച്ചോ? ആവണി പറയുന്ന കേട്ടപ്പോൾ വസന്തന്റെ മുഖം മാറി. ആവണി, ഞാൻ പറയുന്ന അങ്ങോട്ടേക്ക് നീ കേട്ടാ മതി. ഭർത്താക്കന്മാരായ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ജീവിക്കണം. അതിലാ പെണ്ണുങ്ങളെ മിടുക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അനുസരിക്കാത്തവന്മാരെന്റെ വീട്ടിൽ നിൽക്കണമെന്നില്ല. അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് കേൾക്കേണ്ടി വരും. ഞാനിപ്പോ തന്നെ ജീവൻ വിളിക്കാൻ പോവാ. അവനിങ്ങോട്ട് വരും. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെ വസന്തം പറഞ്ഞപ്പോൾ ആവണി കല്ലുപോലെ നിന്നതേയുള്ളൂ. അയാൾ വിളിച്ചു പറഞ്ഞ പ്രകാരം ജീവനും സുമനിയും വൈകുന്നേരത്തോടെ എത്തി. കുറച്ചുനേരം വസന്തനും ജീവനും സംസാരിച്ച ശേഷം ആവണി വിളിക്കാനായി ഹേമയെ വസന്തം പറഞ്ഞയച്ചു. പക്ഷെ ആവണി മുറിയിലായിരുന്നു. എല്ലായിടവും അവളെ തിരഞ്ഞെടുന്ന ഹേമക്ക് ആ മുറിയിലെന്നല്ല, ആ വീട്ടിൽ തന്നെ അവൾ ഇല്ലെന്ന് മനസ്സിലായി. ഹേമേ, എടി ഹേമേ! ഒരേ സ്വഭാവമുള്ള അമ്മായിയച്ഛനും മരുമകനും എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആയതിനു ശേഷവും ആവണി കാണാതായപ്പോൾ വസന്തൻ ഹേമയെ ഉറക്കെ വിളിച്ചു. ഹേമയാണെങ്കിൽ ആകെ വിയർത്തു വിളിച്ച് നിൽക്കുകയാണ്. എല്ലാം പറഞ്ഞ് ശരിയാക്കിയെടുത്തപ്പോൾ ഈ പെണ്ണെവിടെ പോയി? ഇതെങ്ങനെ അവരോട് പോയി പറയും? ഹേമേ! വസന്തന്റെ ശബ്ദം ഒന്നുകൂടെ ഉയർന്നപ്പോൾ ഇനിയിപ്പോൾ അറിയിക്കാതിരുന്നിട്ട് കാര്യമില്ലെന്ന് ഹേമക്ക് മനസ്സിലായി. വസന്തേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. മുകളിൽ നിന്ന് ഹേമ ഉറക്കെ വിളിച്ചു. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ ജീവ. പെണ്ണിന് ചിലപ്പോൾ വരാൻ മടിയായിട്ടായിരിക്കും.
ചെല്ല് പണ്ടേ അവള് സാമർത്ഥ്യക്കാരിയാണല്ലോ. വസന്തനെ എഴുന്നേറ്റ് പോകുന്ന കണ്ടപ്പോൾ സുമതി പതുക്കെ പിറുവിറുത്തു. അമ്മയൊന്നും മിണ്ടായിരിക്കും, ഇനി അതെങ്ങനെ കേട്ടു വേണം അവൾ ഇനി കൂടെ വരാതിരിക്കാൻ. ജീവൻ സുമതിയൊന്ന് ശാസിച്ചു. എന്താടാ ആ നാശം പിടിച്ചവളോട് നിനക്ക് വല്ല പ്രേമം തോന്നി തുടങ്ങിയോ? ജീവൻ പറഞ്ഞു കേട്ടപ്പോൾ സുമതിയുടെ മുഖമൊന്ന് കോടി. പിന്നെ പ്രേമം മണ്ണാങ്കട്ട ദേതാളെ വെറുതെ വായിലിരിക്കുന്ന കേൾക്കണ്ട. നിങ്ങളോട് വീട്ടിൽ വെച്ച് പറഞ്ഞൊക്കെ എത്ര പെട്ടെന്ന് മറന്നുപോയോ? അവളെങ്ങാനും കൂടെ വന്നില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അവളെ ഒന്ന് കൈ കിട്ടട്ടെ, എന്നിട്ട് വേണം ശരിക്കും എനിക്ക് പെരുമാറാൻ. അവളെന്നെ എത്ര നാണം കെടുത്തി. കേസൊക്കെ ഇല്ലാതാക്കാൻ എത്ര രൂപയാണ് ചെലവായത്, ഒന്നും മറന്നിട്ടില്ല ഞാൻ. തന്നോട് ആവണി ചെയ്ത ദ്രോഹമൊക്കെ ഓർത്തപ്പോൾ ജീവൻ പല്ലടിച്ചു. അത് കേട്ടപ്പോൾ സുമതിയിലും ചെറിയൊരു ആശ്വാസം പരന്നു. ചെക്കനങ്ങ് നന്നായി പോയെന്ന് വെറുതെ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു. എന്താടി കിടന്ന് വിളിച്ചു പോകുന്നത്? നിന്റെ മോളെ ഇങ്ങോട്ട് ഇറക്കി വിടറി, അവർ കാത്തിരിക്കുന്നുണ്ടില്ലേ? വസന്തൻ ഏമക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് ദേഷ്യത്തിൽ പറഞ്ഞു. ഇറക്കി വിടാൻ അവളെവിടെ? അവളിവിടെ എങ്ങും കാണുന്നില്ല. കാണുന്നില്ലേ? നിന്റെ കണ്ണിൽ കാണാതിരിക്കാൻ മാത്രം അവൾ എവിടെ പോയി? വെറുതെ വായിൽ തോന്ന് വിളിച്ചു പറയാൻ ശരിക്കും അങ്ങോട്ട് നോക്കടി. ഹേമ പറഞ്ഞിട്ട് മിഴിച്ചിന്നോട് വസന്തൻ ചോദിച്ചു. ഞാൻ വെറുതെ പറഞ്ഞല്ല, നിങ്ങളുടെ മത്തക്കണ്ണ് വെച്ച് ഒന്നുകൂടി നോക്കിക്കോ, ഇവിടെ ഒന്നും അവളില്ല, അവളുടെ മൊബൈലും കാണുന്നില്ല. അത് കേട്ടപ്പോൾ വസന്തൻ വെപ്രാളത്തോടെ എല്ലായിടവും നോക്കി. ശരിയാണ് ഹേമ പറയുന്നത്, അവൾ ഇവിടെയൊന്നുമില്ല. അവളുടെ മൊബൈലിലേക്ക് കുറെ തവണ വിളിച്ചു നോക്കിയെങ്കിലും റിങ് ചെയ്യുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. എന്റെ ദൈവമേ, ഇനിയിപ്പോ അവരോട് ഞാൻ എന്തു പറയും? വസന്തൻ തലയിൽ കൈവച്ച് നിന്നു. ആവണി നേരിയൊരു പകപ്പോടെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുകയായിരുന്നു. ആ സമയം ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നത്. നേരത്തെ കേസ് കൊടുത്തിരുന്നെങ്കിലും അതൊക്കെ ഡോക്ടറുടെ സഹായത്തോടെ ആയിരുന്നു. പോലീസുകാർ ഹോസ്പിറ്റലിൽ വന്ന് മൊഴിയെടുക്കുകയായിരുന്നു. എന്താ? അവളുടെ പരിങ്ങിയുള്ള നിൽപ്പും ഭാവമൊക്കെ കണ്ടപ്പോൾ ഒരു കോൺസ്റ്റബിൾ അവിടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു. അതിന് എനിക്ക് വിനീതേട്ടനെ അല്ല വിനീത് സാറൊന്ന് കാണാമായിരുന്നു. എന്താ കാര്യം? ആദ്യം വിനീതേട്ടൻ എന്ന് പറഞ്ഞു, പിന്നെ വിനീത് സാർ എന്ന് പറഞ്ഞൊക്കെ ആയപ്പോൾ കോൺസ്റ്റബിളിന് ആകെ മൊത്തം ഒരു സംശയം. അയാൾ അവൾ അടിമുടി നോക്കി. എനിക്കൊരു പരാതി കൊടുക്കാനുണ്ടായിരുന്നു. എന്ത് പരാതി? എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? നോക്കട്ടെ. ഇല്ല, എഴുതി കൊണ്ടുവന്നില്ല, സാറിനോട് നേരിട്ട് പറഞ്ഞോളാം. ആവണി പരിഭ്രമത്തോടെ മറുപടി പറഞ്ഞു. എഴുതി കൊണ്ടുവരാതെ പിന്നെ എങ്ങനെയാ? അതിരിക്കട്ടെ, കൊച്ചിന്റെ സ്ഥലം ഏതാ? മാണിയങ്കര. ഓ, അവിടെയാണോ? ഇത് അവിടുത്തെ സ്റ്റേഷൻ പരിധി പെടുന്നല്ലോ. അവിടെ സ്റ്റേഷൻ ഉണ്ടല്ലോ, അങ്ങോട്ട് പോയാൽ മതി. കോൺസ്റ്റബിളിന് സംസാരം കേട്ടപ്പോൾ ആവണി ഇപ്പോൾ കരയുമെന്ന മട്ടായി. അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു ഇത്. വിനീതേട്ടനിൽ നേരിയൊരു പ്രതീക്ഷയുള്ളതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് തന്നെ. അവളെയാളെ ദയനീയമായി നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ആവണി എന്താ ഇവിടെ? എങ്ങോട്ടോ പോകാൻ വേണ്ടി ഡ്രൈവർ തന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിരുന്ന വിനീത് അപ്പോഴാണ് ആവണി സ്റ്റേഷന്റെ പടികൾ ഇറങ്ങിപ്പോകുന്ന അവൻ കണ്ടത്. വിനീതിന്റെ ശബ്ദം കേട്ടപ്പോൾ ഒരാശ്രയം കിട്ടിയെന്ന പോലെ ആവണി വേഗം അവന്റെ അരികിലേക്ക് വേഗം ചെന്നു. വിനീതേട്ടാ, എനിക്കൊരു പരാതി പറയാനുണ്ടായിരുന്നു. അത് പറയുമ്പോൾ അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്താ ആവണി, എന്താ കാര്യം? വിനീത് ആകുലതയോടെ ചോദിച്ചു. വിനീതും ആ പെൺകുട്ടി നേരത്തെ തന്നെ പരിചയക്കാരാണെന്ന് മനസ്സിലായപ്പോൾ നേരത്തെ ആവണിയോട് സംസാരിച്ച കോൺസ്റ്റബിൾ പതിയെ അവിടുന്ന് മുങ്ങി. വാ. വിനീത് അവളെ തന്നെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു. അവന്റെ പുറകെ ആവണിയും. ഇനി പറ, കാര്യം എന്താ? അല്പം വെള്ളം കുടിക്കാൻ കൊടുത്ത ശേഷം വിനീത് അവളോട് സ്നേഹപൂർവ്വം തിരക്കി. ആവണി അപ്പോൾ കല്യാണം കഴിഞ്ഞ നാളെ തൊട്ടുള്ള കാര്യങ്ങൾ വിനീതിനോട് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ജീവൻ തന്നെ ഉപദ്രവിച്ചവും തന്റെ കുഞ്ഞു പോയതെല്ലാം പറഞ്ഞപ്പോൾ ആവണിയുടെ ഒപ്പം തന്നെ വിനീതിന്റെ കണ്ണുകളും നനഞ്ഞു. ആവണി, നീ ഇത്രയും നാളെന്തിനാ അവന്റെ കൂടെ സഹിച്ച് ജീവിച്ച്? എന്തൊക്കെ വഴികളുണ്ടായിരുന്നു നിന്റെ മുമ്പിൽ? ഇപ്പൊ എന്റെ മുന്നിലേക്ക് വന്നവരെ കുറച്ച് നേരത്തെങ്കിലും വരായിരുന്നില്ല നിനക്ക്? വിനീത് ചോദിച്ചപ്പോൾ ആവണിക്ക് ഉത്തരവുണ്ടായിരുന്നില്ല. ഒരു പെണ്ണിന്റെ പരിമിതികൾ പറഞ്ഞ അവന്റെ മുമ്പിൽ സ്വയം ചെറുതാവാൻ അവൾക്ക് തോന്നിയില്ല. അപ്പൊ മാണിങ്കര സ്റ്റേഷനിൽ എസ് ഐ ആണ് പ്രശ്നമല്ലേ എന്നാണ് അവർ പറയുന്നത്? എന്തൊക്കെയോ പറയുന്നുണ്ട് വിനീതേട്ടാ. വാലിയുടെ അല്ലാത്ത കേസാണ്, നിലനിൽക്കില്ല, അങ്ങനെ എന്തൊക്കെയോ. ആരും ഇതിന്റെ പിറകെ നടക്കാനും ചോദിക്കാനില്ലാത്തതുകൊണ്ട് എനിക്കതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. അയാൾക്കൊരു കൂട്ടുകാരിയുണ്ട്, ആ സ്ത്രീ എന്തൊക്കെയോ ഹെൽപ്പ് അയാൾക്ക് ചെയ്തു കൊടുത്തു, എന്നിട്ടാണ് കേസൊക്കെ ഇല്ലാതായത്. അതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ല. പിന്നെ വാലിയുടെ പോലും ആവണിനൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കംപ്ലൈന്റ് എഴുതാ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. വിനീത് പറയുന്ന കേട്ടപ്പോൾ അവൾ പ്രതീക്ഷയോടെ തലകുലുക്കി. ആലീസ് ഡോക്ടറുടെ കയ്യിൽ അബോർഷൻ ആയതിന്റെ ഒക്കെ ഡീറ്റെയിൽ ഉണ്ട്. അതിനുമുമ്പ് പലപ്പോഴും മർദ്ദിച്ചതിന്റെ അടയാളം ഇപ്പോഴും ശരീരത്തിലുണ്ട്. അതൊക്കെ ജീവനെതിരെയുള്ള ശക്തമായ തെളിവുകളായി മാറും. വിനീത് പറഞ്ഞ പോലെ ആവണി എല്ലാ കാര്യങ്ങളും വെച്ച് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തു. ആവണി കൊടുത്ത പരാതി വിനീത് വിശദമായി വായിച്ചു നോക്കി. കുറെ കാലത്തേക്ക് ജീവനെ പൂട്ടാനുള്ള വകുപ്പുണ്ട്. ശരിയാവണി, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. താങ്ക്സ് വിനീതേട്ടാ. ആവണി നന്ദി പറഞ്ഞപ്പോൾ വിനീതിന്റെ മുഖം മാറി. എന്നോട് നന്ദി ആവണി. അതല്ല വിനീതേട്ടാ, മനസ്സേർന്ന ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒന്നും ശരിയാവില്ലെന്ന് കരുതി. ഇത്രയും നാളുള്ള അനുഭവങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പൊ എന്തോ പ്രതീക്ഷ തോന്നുക. പുഞ്ചിരിയോട് ആവണി പറഞ്ഞപ്പോൾ വിനീത് അവളോട് തിരികെ ചിരിച്ചു. ആവണി ഇറങ്ങിപ്പോയപ്പോൾ വിനീത് തങ്ങളുടെ പഴയകാലം ഓർക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു എല്ലാം? വീട്ടുകാരെ വിഷമിപ്പിച്ച് കല്യാണം കഴിക്കേണ്ട, അവൾ സുഖമായി സന്തോഷമായി ജീവിക്കട്ടെ എന്ന് കരുതിയാണ് അന്ന് അങ്ങനെയൊക്കെ ചെയ്ത്. പക്ഷേ അതിപ്പോൾ അവൾക്കൊരു ആപത്തായി തിരിഞ്ഞു വന്നിരിക്കുന്നു. വേണ്ടിയിരുന്നില്ല, ഒന്നും തന്നെ വേണ്ടിയിരുന്നില്ല. അവളുടെ അച്ഛനെ ധിക്കരിച്ച് അന്ന് തന്നെ അവളെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു. എങ്കിലിപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ വിഷമിക്കേണ്ടി വരില്ലായിരുന്നു. സാരമില്ല, എല്ലാം ദൈവവിധിയായിരിക്കും. വിനീത് അങ്ങനെ ആശ്വസിക്കാൻ ശ്രമിച്ചു. പിന്നെ അവൻ നേരെ വിളിച്ച ജിബിനെ ആയിരുന്നു. മേലുദ്യോഗസ്ഥരൊക്കെയായി അടുത്ത് വന്ന് സൂക്ഷിക്കുന്ന ഒരാളാണ് ജിബിൻ.
മാണിങ്കരയിലെ എസ്.ഐയുടെ കാര്യം ജിബിനോട് പറഞ്ഞാൽ ജിബിൻ ശരിയാക്കി തരും. അങ്ങനെ കൈക്കൂലി വാങ്ങിയൊരു പാവം പെൺകുട്ടിയുടെ പരാതിയുടെ നേരെ കണ്ണടക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നവർക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടണം. വിനീത് അപ്പോൾ തന്നെ ജിബിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ബാക്കിയൊക്കെ ജിബിൻ നോക്കിക്കൊള്ളാം എന്നും പരാതിയുടെ ഒരു കോപ്പി ജിബിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാനും പറഞ്ഞു. വിനീത് അതുപോലെ ചെയ്തു കൊടുത്തു. അന്നേരം വസന്തന്റെ വീട്ടിൽ ജീവനും സുമതിയും കിടന്ന് നല്ല ബഹളമായിരുന്നു. മാന്യമാരെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നോ? ആ വീട്ടിൽ ആവണിയിൽ നിന്നറിഞ്ഞപ്പോൾ സുമതിയുടെ ഭാവം മാറി. ജീവന് പറ്റുന്ന പോലെയൊക്കെ ജീവനും പറയുന്നുണ്ട്. ജീവന്റെ അമ്മയെ ഞങ്ങൾക്കറിയില്ല അവൾ എവിടെ പോയിന്ന്. ഇത്ര നേരം അവൾ ഇവിടെ ഉണ്ടായിരുന്ന ഇത്ര നേരം ഉണ്ടായിരുന്നവൾ എന്നിട്ടെന്തേ ആവിയായി പോയോ? തന്റെ മോളുടെ ഗുണം ഇപ്പൊ മനസ്സിലായില്ലേടോ. ആ തന്നിഷ്ടക്കാരി അവിടെ അഴിഞ്ഞാടം പോയതാ. തന്നെ പെണ്ണുപിള്ളയോട് ചോദിച്ചു നോക്കടോ. അവളറിയാതെ ഒരുമ്പിട്ടുള്ള എവിടെ പോവാനാ? അവൾ തന്നെയായിരിക്കും പുന്നാരമോൾ ഒളിപ്പിച്ച് ഇറക്കി വിട്ടത്. സുമതിയുടെ സംസാരം കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നിരുന്ന ഹേമയ്ക്ക് ദേഷ്യം കയറി. ഒന്നും അറിയാതെ തന്നെ എന്തിനാണ് ഇവരിപ്പോൾ അനാവശ്യം പറയുന്നത്? വീട്ടിക്കാർ വന്നിട്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഒരു വലിയ മാന്യമാര് വന്നിരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ മോനും മര്യാദക്കായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വല്ലതും ആവുമായിരുന്നോ? എന്റെ മോളെ കൊല്ലാക്കൊല ചെയ്തിട്ട് വീട്ടിൽ വന്ന് വലിയ വർത്താനം പറയാൻ നിൽക്കുന്നോ? ഹേമയുടെ ആ പറച്ചിലിൽ സുമതിയുടെ നാക്കൊന്ന് അടങ്ങിപ്പോയി. എടി ഹേമേ, മിണ്ടാരിയടി, ഇവിടെ ഞാനുണ്ട് വാതോർക്കാൻ. താലയിരിക്കുമ്പോ വാരാറണ്ട. വസന്തൻ ജീവന്റെയും സുമതിയുടെയും രക്ഷക്കെത്തി. നിങ്ങളൊന്നും മിണ്ടായിരിക്കും മനുഷ്യ. കുറെ നാളായി ഞാൻ എല്ലാം സഹിക്കുന്നു. സങ്കടം സഹിക്കാൻ വയ്യാതെ എന്റെ മോളിപ്പോ ഇറങ്ങിപ്പോയത്. ഞാനടക്കം എല്ലാരും കൂടി എന്റെ മോള്. ഹേമന്ന് ഇടറിപ്പോയി. എന്റെ മോൾക്ക് വല്ലതും പറ്റിയാലുണ്ടല്ലോ, എല്ലാറ്റെയും കാണിച്ചു തരാം. വസന്തനോട് അത്രയും ഒച്ചയുയർത്തി പറഞ്ഞുകൊണ്ട് ഹേമ തന്റെ ഫോൺ എടുത്ത് അകത്ത മുറിയിലേക്ക് പോയി. ആവണി അവർ കുറച്ചു നേരം വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തേയില്ല. പകരൊരു മെസ്സേജ് വന്നു. ഇനി എന്നെ അന്വേഷിക്കേണ്ട, എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് മാത്രം. അത് വായിച്ച് മോളോട് ചെയ്തു പോയ തെറ്റുകളോർത്ത് കരയാൻ മാത്രമേ അപ്പോൾ ഹേമക്ക് സാധിച്ചുള്ളൂ. വസന്തന്റെ വീട്ടിൽ നിന്നും ഭ്രാന്തി പിടിച്ച പോലെയാണ് ജീവൻ സുമതിയെയും കൂട്ടി ഇറങ്ങിയത്. ഇവളിത് എവിടെ പോയെന്തോ. ഉള്ളിൽ ചെറിയൊരു പേടി തോന്നി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു മയത്തിലൊക്കെ അവളോട് നിന്നാൽ മതിയായിരുന്നെന്ന് ജീവൻ ആദ്യമായി തോന്നി. ജീവൻ ജീവന്റെ വഴിയും വസന്തൻ വസന്തന്റെ വഴിയും ആവണിയെ അന്വേഷിച്ചിറങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.